സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഏകദേശം 5.04% ഓഹരി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചിലർ ചോദിക്കുന്നു, 5% മാത്രമല്ലേ, അതിൽ എന്താണ് പ്രശ്നം? എന്നാൽ ഈ ചോദ്യം മനസ്സിലാകണമെങ്കിൽ ആദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് എന്ന് അറിയണം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സാമ്പത്തിക സ്വയം പര്യാപ്തതയായിരുന്നു. കപ്പൽ നിർമ്മാണം, ഉരുക്ക്, വൈദ്യുതി, എണ്ണ, ഭാരവ്യവസായം തുടങ്ങിയ മേഖലകളിൽ രാജ്യം സ്വന്തം ശേഷി വികസിപ്പിക്കണമെന്ന് അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ കൊച്ചി തിരഞ്ഞെടുക്കപ്പെട്ടത് യാദൃശ്ചികമായിരുന്നില്ല. പ്രകൃതിദത്ത തുറമുഖം, കടൽ ഗതാഗത സൗകര്യം, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവയാൽ കൊച്ചി കപ്പൽ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു. ആദ്യകാലത്ത് വാണിജ്യ കപ്പലുകളുടെ നിർമ്മാണത്തിലായിരുന്നു ശ്രദ്ധ. പിന്നീട് സ്ഥാപനം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പ്രധാന പങ്കാളിയായി വളർന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചതാണ്. ഇന്ന് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കാണ് വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ കഴിയുന്നത്. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെ എത്തിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സംഭാവന അതുല്യമാണ്. ഇതുകൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കും തീര സംരക്ഷണ സേനയ്ക്കുമായി നിരവധി യുദ്ധക്കപ്പലുകളും പട്രോൾ കപ്പലുകളും പ്രത്യേകം ആവശ്യങ്ങൾക്കുള്ള കപ്പലുകളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. വലിയ വാണിജ്യ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിയിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് രാജ്യത്തെ പ്രധാന കേന്ദ്രമാണ്. അതുകൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു കമ്പനി മാത്രമല്ല, അത് ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ പ്രതീകമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിച്ച ഒന്നാണ് കപ്പൽശാല. ഈ സ്ഥാപനം ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ചെറുകിട വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നു. എഞ്ചിനീയർമാർ, വെൽഡർമാർ, ഡിസൈനർമാർ, സാങ്കേതിക വിദഗ്ധർ, കരാർ തൊഴിലാളികൾ തുടങ്ങി വലിയൊരു തൊഴിലാളി സമൂഹത്തിൻ്റെ ജീവിതമാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വളർച്ച കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയുമാണ്. ഓഹരി ഘടനയെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു ലിസ്റ്റഡ് പൊതുമേഖലാ സ്ഥാപനമാണ്. അതായത് അതിൻ്റെ ഓഹരികൾ ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു. എന്നാൽ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണ്. അതുകൊണ്ടാണ് കമ്പനിയുടെ നിയന്ത്രണം സർക്കാരിനുള്ളത്. ഇപ്പോൾ സർക്കാർ ഓഫർ ഫോർ സെയിൽ വഴി തൻ്റെ കൈവശമുള്ള ഓഹരിയുടെ ഒരു ഭാഗം കൂടി വിൽക്കുകയാണ്. അടിസ്ഥാന ഓഫർ ഏകദേശം 2.52%, ആവശ്യക്കാർ കൂടുതലാണെങ്കിൽ അധികമായി 2.52% കൂടി വിറ്റഴിക്കാനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുന്നതിനാൽ ആകെ 5.04% വരെ ഓഹരി വിറ്റഴിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഈ നടപടി. ഓഹരി ഒന്നിന് 1400 രൂപയാണ് അടിസ്ഥാന വില. നടപ്പ് സാമ്പത്തിക വർഷം പൊതുമേഖല ഓഹരി വിറ്റഴിക്കൽ വഴി ആസ്തി, ധനസമ്പാദനം എന്നിവയിലൂടെ 80,000 കോടി രൂപയാണ് സമാഹരിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാവുകയാണ്. കേൾക്കുന്നവർക്ക് ഓഹരി ഘടന എങ്ങനെ മാറിയെന്ന് വളരെ ലളിതമായി മനസ്സിലാകും. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി ഘടനയുടെ ചരിത്രം നോക്കിയാൽ ഇന്ന് കേന്ദ്ര സർക്കാർ 5.04% ഓഹരി വിൽക്കാനാണ് തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പ് ഓഹരി ഘടന എങ്ങനെയായിരുന്നു? 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അത് 100% കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. അന്നൊന്നും സ്വകാര്യ ഓഹരി ഉടമ ഉണ്ടായിരുന്നില്ല. കമ്പനിയുടെ മുഴുവൻ ഉടമസ്ഥതയും കേന്ദ്ര സർക്കാരിനായിരുന്നു. പിന്നീട് കമ്പനി വളർന്നു, ലാഭകരമായി പ്രവർത്തിച്ചു, രാജ്യത്തിൻ്റെ പ്രധാന കപ്പൽ നിർമ്മാണ സ്ഥാപനമായി മാറി. 2017 ആണ് വലിയ മാറ്റം സംഭവിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് കേന്ദ്ര സർക്കാർ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഓഹരിയുടെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റു. അതോടെ ആദ്യമായി സ്വകാര്യ നിക്ഷേപകരും ഓഹരി ഉടമകളായി. എന്നാൽ അപ്പോഴും കേന്ദ്ര സർക്കാർ ഭൂരിപക്ഷ ഓഹരി നിലനിർത്തി. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി ചെറിയ തോതിൽ ഓഹരികൾ വിറ്റഴിച്ചു. അതിനുശേഷം സർക്കാരിൻ്റെ നിയന്ത്രണവും തുടർന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം ഏകദേശം 67.91% ഓഹരിയുണ്ട്. ബാക്കി ഏകദേശം 32% ഓഹരികൾ പൊതുജനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, വിദേശ നിക്ഷേപകർ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശമാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വീണ്ടും പരമാവധി 5.04% ഓഹരി കൂടി വിൽക്കുകയാണ്.
ഇത് പൂർത്തിയായാൽ സർക്കാരിൻ്റെ ഓഹരി ഏകദേശം 62.87% കുറയും. അപ്പോഴും സർക്കാർ ഭൂരിപക്ഷ ഓഹരി ഉടമ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കമ്പനി സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ 1972 100% പൊതുമേഖല, 2017 സർക്കാർ ഓഹരി കുറയുന്നു, ഇപ്പോൾ വീണ്ടും കുറയുന്നു. ഇനി ഭാവിയിലെന്ത്? ഇതാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ ഉടമാവകാശം ഘട്ടം ഘട്ടമായി കുറയുന്ന നയം? ഇതാണ് തൊഴിലാളി സംഘടനകളും പൊതുമേഖലയെ പിന്തുണയ്ക്കുന്നവരും ഉയർത്തുന്ന പ്രധാന ആശങ്ക. കാരണം പൊതുമേഖലയുടെ ശക്തി അതിൻ്റെ ആസ്തികളിൽ മാത്രമല്ല, സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിലും നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി വിൽപ്പനയെ വെറും ഓഹരി വിപണിയിലെ ഒരു ഇടപാടായി മാത്രം കാണാതെ ഇന്ത്യയിലെ പൊതുമേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അതിനാൽ ഒരു കാര്യം വ്യക്തമായി പറയണം, ഈ തീരുമാനം മാത്രം കൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നില്ല. സർക്കാർ ഇപ്പോഴും ഭൂരിപക്ഷ ഓഹരി നിലനിർത്തുന്നു. പക്ഷേ ചോദ്യം ഇതല്ല. ഞങ്ങളുടെ ചോദ്യം വളരെ ലളിതമാണ്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഓഹരി എന്തിനാണ് വിൽക്കുന്നത്? സർക്കാരിന് പണം വേണമെങ്കിൽ എല്ലാ വർഷവും ലാഭം നൽകുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം കുറയ്ക്കുന്നത് ശരിയായ സാമ്പത്തിക നയമാണോ? ഇന്ന് 5%, നാളെ വീണ്ടും 5%, ഇങ്ങനെ സർക്കാർ വിഹിതം ക്രമേണ കുറയുമോ എന്ന ആശങ്കയാണ് തൊഴിലാളി സംഘടനകളും പൊതുമേഖല അനുകൂലികളും ഉയർത്തുന്നത്. തൊഴിലാളികളുടെ ആശങ്ക എന്താണ്? ഇന്ന് ആരെയും ഒരുപക്ഷെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല, അത് വസ്തുതയാണ്. പക്ഷെ നാളെ എന്ത്? സ്വകാര്യ നിക്ഷേപകരുടെ പങ്ക് കൂടുമ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള സമ്മർദ്ദം കൂടും. അപ്പോൾ ചെലവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം, കരാർ തൊഴിൽ വർദ്ധിക്കാം, സ്ഥിരം നിയമനങ്ങൾ കുറയാം. ഇവ ഉറപ്പായ സംഭവങ്ങളല്ലേ? എന്നാൽ തൊഴിലാളി സംഘടനകൾ മുന്നറിയിപ്പായി ഉയർത്തുന്ന ദീർഘകാല ആശങ്കകൾ ഇതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു സാധാരണ കമ്പനിയല്ല. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണ്. യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ ശക്തമായ നിയന്ത്രണം നിലനിർത്തുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് വികസനത്തിനെതിരല്ല, കാര്യക്ഷമതയ്ക്കെതിരല്ല, പക്ഷേ രാജ്യത്തിന് ലാഭവും സുരക്ഷയും തൊഴിലവസരങ്ങളും നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം ക്രമേണ കുറയ്ക്കുന്ന നയം പുനർപരിശോധിക്കണം. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പുതിയ ഡോക്കുകൾ നിർമ്മിക്കണം, പുതിയ സാങ്കേതിക വിദ്യകൾ നിക്ഷേപം നടത്തണം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അല്ലാതെ പൊതുസമ്പത്തിൻ്റെ ഓഹരി ഓരോ ഘട്ടമായും വിറ്റഴിക്കുന്നത് ദീർഘകാല ദേശീയ താൽപ്പര്യത്തിന് ഗുണകരമാണോ എന്ന ചോദ്യം സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വെറും ഒരു കമ്പനിയല്ല, അത് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്, കേരളത്തിൻ്റെ വ്യവസായ അഭിമാനമാണ്, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ്, രാജ്യത്തിൻ്റെ സമുദ്ര സുരക്ഷയുടെ ഭാഗമാണ്. അതിനാൽ ഈ സ്ഥാപനം സംബന്ധിച്ച ഏതു തീരുമാനവും കേവലം ഓഹരി വിപണിയുടെ കണക്കുകൂട്ടലായി മാത്രം കാണാൻ പാടില്ല. ദേശീയ വികസനം, തൊഴിലാളികളുടെ ഭാവി, പൊതുമേഖലയുടെ ശക്തി, രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന താൽപ്പര്യങ്ങൾ എന്നിവ കൂടി കണക്കിലെടുത്താണ് വിലയിരുത്തേണ്ടത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ സമ്പത്ത് രാജ്യത്തിനായി നിലനിർത്തുക.